അപ്പോൾ ആദ്യ റൈഡ് പോവാം. നേരെ കർണാടകയിലേക്ക് വെച്ച് പിടിക്കാം. കർണാടകയിലെ പൂപ്പാടങ്ങളെല്ലാം ഈ ഓണക്കാല സമയത്ത്, പ്രത്യേകിച്ചും കേരളത്തിലെ ഓണാഘോഷത്തിന് നിറം പകരുന്നത് ശരിക്കും അവിടുത്തെ പൂക്കളാണ് എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ ആ പൂപ്പാടത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. അരുൺ പൂപ്പറമ്പയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. വടക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ എത്തുന്നത് കർണാടകയിൽ നിന്നാണ് നമുക്കറിയാം. കർണാടകയിലെ പൂപ്പാടങ്ങളിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് അരുൺ പൂപ്പറമ്പയുടെ കൂടെ നേരെ ചിക്കബെല്ലാപുരയിലേക്കാണ് യാത്ര. മലയാളികളുടെ ഓണത്തിനായി കർണാടകയിൽ പൂക്കാലം ഒരുങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. മടിക്കേരിയിലും ഗുണ്ടൽപേട്ടിലെല്ലാമാണ് ഇത്തരം കാഴ്ചകൾ കൂടുതലുള്ളതെങ്കിലും കർണാടകയിലെ പല മേഖലകളിലും പൂപ്പാടങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ചിക്ബെല്ലാപുരയിലെ ഒരു പൂപ്പാടത്തിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ കൂടി ഇന്ന് നമുക്ക് കാണാം. നിലവിൽ ബംഗളൂരു, തുംകൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പൂമാർക്കറ്റുകളിൽ മതിയായ വില ലഭിക്കുന്നില്ല എന്നതാണ് കർഷകർ ഉന്നയിക്കുന്ന പരാതി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓണം സീസണെ വളരെ പ്രതീക്ഷയോടെയാണ് കർണാടകയിലെ പൂക്കർഷകർ കാത്തിരിക്കുന്നത്. ಮತ್ತು ಇದು ಏನು ರೇಟ್ ಕಿಲೋ ಹೋಗ್ಬೇಕಂದ್ರೆ 200 300 ರೂಪಾಯಿ ಕಿಲೋ ಹೋದರೆ ವರ್ಕ್ ಆಗುತ್ತೆ, ಇಲ್ಲಾಂದರೆ ವರ್ಕ್ ಆಗಲ್ಲ. ಇದು ನೋಡಿ, ಇದು ಬೆಳೆಯೋಕ್ಕೆ ಒಂದು 12,000 ನಾರಿಗೆ ಒಂದು 2.5 ಲಕ್ಷ ಬಂಡವಾಳ ಹಾಕಿದರೆ ಈಗೇನು ಬರ್ತಾಯಿಲ್ಲ. ಇನ್ನು ಏನಾದ್ರೆ ಮತ್ತೆ ರೇಟ್ ರೈಸ್ ಆದರೆ ತೆಂಗಿನ ಬಗ್ಗೆ ಕಾಸಾಗುತ್ತೆ, ಇಲ್ಲಾಂದರೆ ಇಲ್ಲ. ಬೆಂಗಳೂರು ಮಾರ್ಕೆಟ್ ಹಾಕ್ತೀರಿ, ಹೈದ್ರಾಬಾದು ಹಾಕ್ತೀರಿ ಅಂದರೆ ನಾವು ಹೋಗಲ್ಲ. ಅವ್ರು ಕೇಳಿದರೆ ನಾವು ಇಲ್ಲಿ ರೇಟು ಖರೀದಿ ಮಾಡಿ ಕಳಿಸ್ಕೊಡ್ತೀವಿ. ಸರ್ ಕೇರಳಗೆ ನಾವು ಕಳಿಸಿಲ್ಲ, ಮತ್ತು ಇನ್ನೇನೋ ಬಂದರೆ ಕಳಿಸ್ಕೊಡ್ತೀವಿ. ಓಣಂ ಹಬ್ಬಗೆ ಕಳಿಸ್ಕೊಡ್ತೀವಿ ನಾವು. ಅವರು ಬಜೆಟ್ ಇಲ್ಲಿ ಬಂದು ಮಾಡಿದ್ರೆ ಓಣಂ ಹಬ್ಬಗೆ ನಮ್ಗೆ 250 300 ರೂಪಾಯಿ ಬೀಳಂಗಿದ್ರೆ ನಾವು ಕಳಿಸ್ಕೊಡ್ತೀವಿ. നമ്മൾ ഈ കാണുന്നത് പോലെ പലതരത്തിലുള്ള പൂക്കളുണ്ട്, പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. ഓറഞ്ച്, വെള്ള, മഞ്ഞ അങ്ങനെ തുടങ്ങി വിവിധ നിറങ്ങളിലുള്ള വിവിധ ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ ഈ കന്നഡ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാം. അത് ഒരു കച്ചവടം എന്നതിനപ്പുറത്തേക്ക് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വലിയ കുളിർമ നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്.
ഓണക്കാലത്തെ നിറമുള്ളതാക്കാൻ ഇത്തവണയും കർണാടകയിൽ നിന്ന് അതിർത്തി കടന്ന് പൂക്കൾ കേരളത്തിലെത്തും. വളരെ പ്രതീക്ഷയോടെയാണ് കന്നഡ മണ്ണിലെ പൂക്കർഷകരും കാത്തിരിക്കുന്നത്. ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൂവേ செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதான் ஒரு പൂവിൻ മടൽ പൂവേ സെമ്പൂവേ. അപ്പോൾ ആ പൂപ്പാടവും പൂക്കളെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ പാട്ട് ഓർമ്മ വന്നു. അപ്പോൾ ഒരു ഓണാഘോഷം കൂടി വരികയാണ്, ഓണക്കാലം കൂടി വരികയാണ്. ഒരുപാട് പൂക്കൾ ഈ സമയത്തേക്കാണ് കേരളത്തിലേക്ക് എത്തുക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അരുൺ പൂപ്പറമ്പ പറഞ്ഞത്.